ഇങ്ങനൊരു കൂടിക്കാഴ്ച നമ്മൾ തമ്മിൽ ഈ വീടിനകത്തുണ്ടാവുമ്പോ അയാൾ ഇവിടെ ഉണ്ടാവരുതെന്ന് കരുതി ഞാൻ പറഞ്ഞു വിട്ടതാ അങ്ങോട്ടേക്ക്. കിളവന് നല്ല ആയുസ, ചത്തില്ല. നീ എന്റെ അച്ഛനെ മനഃപൂർവ്വം ഹോസ്പിറ്റലാക്കിന്ന് അല്ലേടി? നിന്നെ ഞാൻ വച്ചേക്കില്ലടി. കൈകൊട്ടി വിളിക്കടി നിന്റെ ഗുണ്ടകളെ, വിളിക്കടി. എന്നെ വിടാനല്ലേ പറഞ്ഞു? വിടാൻ വിടണം. മാഡം, ഞാൻ ഡീസൽ അടിച്ചിട്ട് വരാം. അത് പോകുന്ന വഴിക്ക് അടിച്ചാ പോരെ? ഇല്ല, ഞാൻ പോയിട്ട് വേഗം വരാം. അമ്പിളി ചേച്ചി, അമ്പിളി ചേച്ചി, അമ്പിളി ചേച്ചി,
വിടറാ. വിടാൻ. അവന്തികേടുത്ത് ഇവിടെ ഉണ്ടായിരുന്നോ? എന്താ ഇവിടെ ഒരു ബഹളം കേട്ടത്? ശ്ശേ, ഈ സെക്യൂരിറ്റി അമ്പിളി ചേച്ചിയൊക്കെ എവിടെ പോയി? നിങ്ങളുടെ മ്യൂച്വൽ ഡിവോഴ്സ് പെറ്റീഷന്റെ ഫോട്ടോ കോപ്പി. വെറുതെ ഞാനിതിന്റെ ഒരു കോപ്പി എടുത്തതാ. എന്തെങ്കിലും ആവശ്യം വന്നാ ഇത് ഉപയോഗിക്കാന്ന് കരുതി എന്റെ പേഴ്സണൽ ഫയലിൽ സൂക്ഷിച്ചു വെച്ചു. അവന്തികേടുത്തിയുടെ ഫോൺ. എന്റെ ഫോണ്. ഈ ഫോൺ നശിപ്പിച്ച ഇതിനുള്ളിലെ ഡിവോഴ്സ് പേപ്പറിന്റെ ഫോട്ടോ വെച്ച് എന്നെ ബ്ലാക്ക്മെയിൽ ചെയ്യുന്നത് അവന്തികേടുത്തി നിർത്തും. ഇപ്പൊ തന്നെ ഏടത്തിയുടെ മുറി കയറി ഫയലിൽ നിന്നും ഫോട്ടോയുടെ പ്രിന്റ് ഔട്ടും എടുത്ത് മാറ്റാം. ഇപ്പൊ വിചാരിച്ചൊന്നും നടക്കാൻ പോകുന്നില്ല. ഈ ഫോൺ എങ്ങനെ നശിപ്പിക്കണമെന്നല്ലേ ആലോചിച്ചോണ്ടെന്ന്. അതെ, എനിക്കറിയാം അത് തന്നെയാണെന്ന്. ഞാൻ വീണ്ടും പറയുന്നു, നിന്റെ ഒളിച്ചുള്ള ഈ ഡേർട്ടി പ്ലേ ഇവിടെ വെച്ചങ്ങ് നിർത്തിയേക്ക് അർച്ചന. നിന്നോടൊപ്പം ഒരു പെൺപോരിന് തൽക്കാലം എനിക്ക് സമയമില്ല. എന്റെ ചിന്തകളും വഴികളും ഒക്കെ വേറെയാ. അതിനിടയില് ഇമാതിരി പാവ കളിക്ക് നിൽക്കരുത്. ദോഷം ചെയ്യും, വല്ലാതെ ദോഷം ചെയ്യും.
മതി. ഇനിയൊരിക്കലും തിണ്ണമെടുക്ക് കാണിക്കരുത്. അങ്ങനെ കാണിക്കാൻ തോന്നിയാല് ഇത് ഓർമ്മയിലുണ്ടാവണം. നിങ്ങൾ എന്താ കരുതിയത്? നെല്ലിശ്ശേരി സേതുമാധവന്റെ മുന്നിൽ ചെന്ന് നിന്ന് അനുഭവിച്ച യാതനകളുടെയും പ്രയാസങ്ങളുടെയും കെട്ടഴിച്ചിട്ട് അവന്തികയെ അങ്ങ് ക്രൂശിക്കാന്നോ? ചെയ്തതിന്റെയൊക്കെ മൊത്തം തുകയായി നിനക്കൊക്കെ കുരിശുമരണം വിധിച്ചിരിക്കുന്നത് ഈ അവന്തികയാ. നെല്ലിശ്ശേരിയിലെ കിരീടം വെക്കാത്ത രാജാവിന് കാരകൊണ്ടുള്ള മുൾക്കിരീട ഒരെണ്ണം ശിരസിൽ വെച്ചുകൊടുത്ത് 3 ആണിയിൽ തൂക്കി നിർത്തുന്നുണ്ട് ഞാൻ. അത് പാപികൾക്ക് വേണ്ടി ജീവിച്ചു മരിച്ചതിനുള്ള പ്രതിവിധിയായിട്ടല്ല. പാപിയായി ജീവിച്ച് പാപിയായി തന്നെ മരിക്കുന്ന സേതുമാധവന് ഞാൻ കൊടുക്കുന്ന ശിക്ഷയാ. പറഞ്ഞും കരഞ്ഞും പദം വന്ന കാര്യങ്ങൾ പറഞ്ഞ് പുറകോട്ട് നിൽക്കുന്ന കാലമല്ല ഇനി. ഇനിയങ്ങോട്ട് വെട്ടിപ്പിടിച്ച് കയ്യേറുന്ന കാലമാ. ഇത്രയും കാലം നെല്ലിശ്ശേരിക്കാരുടെ ശേഷി അളക്കലായിരുന്നു. സേതുമാധവന്റെ ആൺമക്കളിൽ മൂക്കിന് താഴെ രോമം കിളർത്ത ഒന്നിനും ഈ അവന്തികയ്ക്കൊപ്പം നിൽക്കാൻ യോഗ്യതയുള്ളവരല്ല. അവന്റെയൊക്കെ പള്ളിയറയ്ക്ക് പുറത്ത് കാവൽ ദൈവമായ കാലഭൈരവന്റെ സമസ്ത അനുഗ്രഹങ്ങളും വാങ്ങി ഈ അവന്തിക എപ്പോഴുണ്ട്. അത് സംരക്ഷണമൂർത്തിയായിട്ടല്ല, സംഹാരരുദ്രയായിട്ട്. നാവിലെ വികടത്വം നിന്റെ രക്തത്തിലുള്ളതാണ് അവന്തികെ. അത് നിന്റെ മരണത്തിലെ അവസാനിക്കൂ. നല്ലൊരു ജീവിതം, സ്വസ്ഥമായൊരു കുടുംബജീവിതം, ഇതൊക്കെയാണ് ഞാനടക്കമുള്ള നെല്ലിശ്ശേരിയിലെ ആണുങ്ങളുടെ സ്വപ്നങ്ങള്. നീ എന്റെ ജീവിതത്തിലേക്ക് വന്നതും ഇപ്പൊ സന്ദീപിന്റെ ജീവിതത്തിലേക്ക് അനഘ വരാൻ പോകുന്നതും അതേ സ്വപ്നങ്ങൾ കൊണ്ട് തന്നെയാ. സ്നേഹം നടിച്ച് നീയും നിന്റെ അനിയത്തിയും ചതിക്കുന്നത് അവിടെ ആരും അറിയാത്തത് കൊണ്ടാ. നിന്റെ ആയുസ് ഇങ്ങനെ നീളുന്നത്. എല്ലാത്തിനും അവസാനം നിന്റെ അചഞ്ചലമായ വിജയമല്ല, ചെയ്ത പാപപരിഹാരമായി കിട്ടുന്ന പരാജയമായിരിക്കും. തെറ്റാണ്. നിങ്ങളുടെ ചിന്തയും പ്രവൃത്തിയും ഒക്കെ തെറ്റാണ്. പരാജയത്തിൽ തുടങ്ങി വിജയത്തിൽ അവസാനിക്കുന്ന കളിക്കാ അവന്തിക ഇറങ്ങിയിരിക്കുന്നത്. അതിന് സർവേശ്വരന്റെ മതിയായ സംരക്ഷണം, തൊടിലൊരാളും. അങ്ങനൊരു സംരക്ഷണം ഉള്ളതുകൊണ്ടാ ഇപ്പൊ നിങ്ങൾ എന്റെ മുന്നിലിരിക്കുന്നത്. നിങ്ങളുടെ പുറകെ എന്റെ ആളുകൾ വട്ടമിട്ട് പറന്നിട്ടും നിങ്ങളെ കണ്ടെത്താനായില്ല. പക്ഷെ എനിക്കറിയായിരുന്നു എന്റെ കാൽച്ചുവട്ടിലേക്ക് തന്നെ നിങ്ങൾ വരുംന്ന്. 7 സമുദ്രങ്ങൾക്കടിയിലായാലും എന്റെ ശത്രുക്കളെ എന്റെ മുന്നിൽ എത്തിച്ചു തരും ഞാൻ വിശ്വസിക്കുന്ന ശക്തി. നിന്റെ പദ്ധതികളും ആലോചനകളും ശരിയായിരുന്നു. ഞാൻ രക്ഷപ്പെട്ട് പുറത്തു പോകുന്നത് വരെ. ഇവിടുന്ന് രക്ഷപ്പെട്ടു പോയിട്ട് നിന്റെ കാൽ ചുവട്ടിലേക്ക് വരുന്ന ഏതാനും മണിക്കൂറുകൾ ഞാൻ എന്തൊക്കെ ചെയ്തു എന്ന് നിനക്ക് ഊഹിക്കാൻ പറ്റുമോ? അതെന്താ അങ്ങനെ ഒരു ഉൾവിളി നിനക്കുണ്ടാകാതെ പോയത്? പോലീസ് സ്റ്റേഷനിൽ പോവാതെ ഞാൻ നെല്ലിശ്ശേരിയിലേക്ക് വന്നത് എന്തിനാണെന്ന് നീ ആലോചിച്ചിട്ടുണ്ടോ? സ്വയം ബുദ്ധിമതിയാണെന്ന് പറയുന്ന നിന്നെപ്പോലുള്ളവരായിരിക്കും ഈ ലോകം കണ്ട ഏറ്റവും വലിയ വിഡ്ഢികള്. സത്യം പറ, നിങ്ങൾ ആരോടെല്ലാം പറഞ്ഞത്? അത് നീ വിശ്വസിക്കുന്ന നിന്റെ ശക്തി കാണിച്ചു തരട്ടെ. ഇപ്പൊ ഞാൻ നിന്റെ മുന്നിലിരിക്കുന്നത് എന്തും സഹിക്കാൻ ശേഷിയുള്ള ഒരാളായിട്ടാ. ഇനി എന്നെ കൊന്നാലും എനിക്ക് യാതൊരു പ്രശ്നവുമില്ല. സത്യം സത്യമായിട്ട് പറഞ്ഞോ. ആരോടാ? ആരോട് ജീവിത സാക്ഷ്യം പറഞ്ഞിട്ടാ നിങ്ങൾ എന്റെ അടുത്തേക്ക് വന്നത്? അത് ഞാൻ പറയില്ല അവന്തികെ. ഏത് രീതിയിൽ ചോദിച്ചാലും ഏത് രീതിയിൽ ഉപദ്രവിച്ചാലും. എങ്കിൽ അത് നിങ്ങൾ പറയും. പറയിപ്പിക്കും ഞാനത്. വായിൽ തിരികിരിക്കുന്ന ആ പേര് പറയുന്നത് വരെ എന്തും ചെയ്യാം. 108 അസ്ഥികളും 206 മർമ്മങ്ങളും നുറുങ്ങിയാലും ആ പേര് പറഞ്ഞിട്ടേ നിർത്താവൂ.
ഇവൻ ആകെ ടെൻഷനിലാണല്ലോ. ഇനി നന്ദനെല്ലാം പറഞ്ഞു എന്ന് പറഞ്ഞ ആള് ഇവനായിരിക്കോ? ആ, നീ ഹോസ്പിറ്റലിൽ നിന്ന് എപ്പോ വന്നു? കുറച്ചേരെ വന്നിട്ട്. ആ, എടുത്തേ. ഞാൻ എടുത്തിയോട് ഒരു കാര്യം പറയാൻ ഇങ്ങോട്ട് വന്നേ. എന്ത് കാര്യം? ആശുപത്രിയിൽ നിന്ന് തിരികെ വന്ന ഉടനെ സന്ദീപിന്റെയും അനക്കയുടെയും വിവാഹം നമുക്ക് നടത്താം. അസുഖങ്ങൾക്ക് മരുന്ന് കഴിച്ചാൽ മതി മോളെ. ചില സ്വപ്ന സാക്ഷാത്കാരങ്ങൾക്ക് നമ്മുടെ ജീവന്റെ വിലയുണ്ടാവും. അതിനെന്താ, എപ്പോ വേണേലും നമുക്ക് നടത്താലോ. അതില് ചെറിയൊരു പ്രശ്നമുണ്ട് അടുത്തേ. എന്ത് പ്രശ്നം? ഒരു വിവാഹം എന്നൊക്കെ പറയുന്നത് ഇരുവർക്കും ഇഷ്ടമായി നടത്തേണ്ട ഒന്നല്ലേ? ഇവിടെ ഇപ്പൊ സന്ദീപിന് അനക്കയോട് അങ്ങനെ ഒരു താല്പര്യം ഇല്ലെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇപ്പൊ ഇതിന് പരിഹാരം കാണാൻ ഏടത്തി കൊണ്ട് മാത്രമേ സാധിക്കൂ. ഏടത്തി തന്നെ അനക്കയെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കണം. അനക്കയെ പോലെ ഒരു പെൺകുട്ടി തന്നെയാ ആതിരയും. അവരുടെ രണ്ടുപേരുടെയും താല്പര്യങ്ങളെ വളച്ചൊടിച്ച് നമ്മുടെ താല്പര്യത്തിന് ഓരോന്ന് തീരുമാനിക്കുന്നത് ശരിയാണോ ഏടത്തി? സച്ചി ഇപ്പൊ ചോദിച്ച ചോദ്യത്തിന് ഉത്തരവും സച്ചി തന്നെ പറഞ്ഞു കഴിഞ്ഞു. അനഘയെ പോലൊരു പെൺകുട്ടി തന്നെയല്ലേ ആതിരയെന്ന്. അതിനി സച്ചി റിവേഴ്സിലൊന്ന് ആലോചിച്ച് നോക്ക്. ആതിരയെ പോലൊരു പെൺകുട്ടി തന്നെയല്ലേ അനഘയും. അനഘ ആരോടെങ്കിലും പറഞ്ഞോ സന്ദീപിനെ ഭർത്താവായിട്ട് വേണമെന്ന്? ഉറങ്ങിക്കിടന്നവനെ വിളിച്ചുണർത്തി ഊണില്ലാന്ന് പറയാ. അങ്ങനൊരു പഴഞ്ചൊല്ല് കേട്ടിട്ടില്ലേ? ഇവിടിപ്പോ അതുമല്ല സ്ഥിതി. ഉറങ്ങിക്കിടന്ന ആളെ വിളിച്ചുണർത്തിയിട്ട് അയാളുടെ മുന്നിലിരിക്കുന്ന ഭക്ഷണത്തെ എടുത്ത് അർഹതയില്ലാത്ത ആൾക്ക് കൊടുക്കുക. എനിക്കറിയാം ആതിരയ്ക്ക് നല്ല മനപ്രയാസം ഉണ്ടാവും. സച്ചി പറയുന്നത് പോലെ ചെയ്താ ആ മനപ്രയാസം അനഘയ്ക്കും ഉണ്ടാവും. അതെന്നെ കൊണ്ട് സഹിക്കാൻ പറ്റില്ല. ഭാര്യയുടെ അനിയത്തിയുടെ വിഷമം കണ്ട് എന്നോട് സംസാരിക്കാൻ വന്നതാ സച്ചി. സച്ചിയോട് ഇതിന്റെ മറുപടി പറയേണ്ട ആള്, എന്റെ അനിയത്തിക്ക് വേണ്ടി സംസാരിക്കേണ്ട ആള് എന്റെ നന്ദേട്ടനായിരുന്നു. ഭാര്യയുടെ സഹോദരിക്ക് വേണ്ടി നന്ദേട്ടനും വാദിച്ചേനെ. നന്ദേട്ടൻ ഇപ്പോഴും ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ നടക്കില്ല എന്നൊരൊറ്റ വാക്കിൽ തീരേണ്ട കാര്യ ഞാൻ ഇപ്പോഴും പറഞ്ഞ് സച്ചിയെ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത്. എന്നോട് പറഞ്ഞ അതേ ആവശ്യം സച്ചിക്ക് അർച്ചനോട് പറയാറുന്നില്ലേ? അനിയത്തിയെ പറഞ്ഞ് മനസ്സിലാക്കാൻ. അപ്പോ അവരെയൊക്കെ പ്രീതിപ്പെടുത്താനായിട്ട് എന്നോട് പറയുന്നു. എനിക്കറിയാം ഈ വിവാഹം നടക്കരുതെന്ന് ആഗ്രഹിക്കുന്നവരാ കൂടുതലും. നടക്കണം എന്ന് ആഗ്രഹിക്കുന്നത് ഞാനും അനഘയും മാത്രമേ ഉള്ളൂ. ഞങ്ങൾ രണ്ട് സ്ത്രീകളാ. എന്തൊക്കെ പറഞ്ഞാലും ഒരു പരിമിതിക്കുള്ളിൽ നിന്നുകൊണ്ടേ ഞങ്ങൾക്ക് എന്തും ചെയ്യാനാവും. ഞങ്ങൾ പാവങ്ങളായതുകൊണ്ട് അത് ആളെളുപ്പമായി കാണാതെ സച്ചി ഞങ്ങളോടൊപ്പം നിൽക്കണം.
ആതിരെ കാണുന്നതിന് മുമ്പ് നീ കണ്ടത് അനഘയാ. ആതിരയ്ക്ക് മുമ്പ് ഏട്ടാന്ന് വിളിച്ചത് അവള് തന്നെയാ. അതുകൊണ്ട് അച്ഛന്റെ തീരുമാനത്തിനൊപ്പം ഉറച്ചു നിൽക്കുന്ന ഞങ്ങളോടൊപ്പം സച്ചി ഉണ്ടാവണം. എന്റെ നന്ദേട്ടന് പകരമായി അവളുടെ ഏട്ടനായിട്ട്.